സൈനികനായ അച്ഛൻ്റെ മകനാണ് ക്രൂര കൊലപാതകം നടത്തിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു സൈനികൻ്റെ മകൻ എങ്ങനെയാണ് ഇത്രത്തോളം ക്രൂരനാകാൻ കഴിയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷേ രാജ്യസ്നേഹവും സമൂഹ സ്നേഹവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഗോവിന്ദസ്വാമിയുടെ മനസ്സിലെ വിഷത്തെക്കുറിച്ച് അറിയണമെങ്കിൽ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലേക്ക് പോകണം. ഗോവിന്ദസ്വാമിയുടെ പേര് ഗോവിന്ദസ്വാമി തന്നെയാണ് എന്നത് തമിഴ്നാട്ടിലെ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഗോവിന്ദസ്വാമിയുടെ കുപ്രസിദ്ധ ജീവിതത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം വിരുതാചലം സമത്വപുരത്തെ ഐവത്താക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദസ്വാമിയുടെ ജനനം. ഇന്ത്യൻ ആർമിയിലെ സൈനികരായിരുന്നു ഗോവിന്ദസ്വാമിയുടെ പിതാവ്. ഗോവിന്ദസ്വാമിക്ക് ഒരു സഹോദരനുമുണ്ട്. പിതാവ് സൈനികനായാലും അങ്ങേയറ്റം ടോക്സിക് ആയിരുന്നു അവരുടെ ജീവിതം. ഇന്ത്യൻ ആർമിയിൽ നിന്ന് വിരമിച്ച ശേഷം പിതാവ് നല്ല മദ്യപാനത്തിന് അഡിക്റ്റായി. കുടുംബത്തിൻ്റെ പൂർവിക സ്വത്ത് വിറ്റുതുലച്ചു. അതോടെ അദ്ദേഹം ചില്ലറ മോഷണങ്ങളിലേക്കും കടന്നു, ഗുണ്ടപ്പണികളിലേക്കും തിരിഞ്ഞു. ഗോവിന്ദസ്വാമിയുടെ പിതാവ് അങ്ങനെ ആ ഗ്രാമത്തെ അറിയപ്പെടുന്ന ഒരു കള്ളനായി മാറി. വീടൊക്കെ വിറ്റ് തുലച്ചതിനു ശേഷം ഇവർ സമത്വപുരത്ത് ഒരു ചെറിയ വീട്ടിലേക്ക് താമസം തുടങ്ങി. ഗോവിന്ദസ്വാമിയുടെ അച്ഛൻ്റെ പീഡനം സഹിക്കവയ്യാതെ അയാളുടെ അമ്മ മാനസിക രോഗിയായി തീർന്നു. അങ്ങനെ ഗോവിന്ദസ്വാമിയുടെ അമ്മ തെരുവുകളിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി. ഒടുവിൽ ഒരു വാഹനാപകടത്തിൽ ഗോവിന്ദസ്വാമിയുടെ അമ്മ മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഗോവിന്ദസ്വാമിയുടെ അച്ഛനും ഒരു റോഡ് അപകടത്തിൽ മരിച്ചു. ഇതോടെ കുടുംബം അനാഥമായി. പിതാവിനെ കണ്ട് വളർന്ന മക്കൾ ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഇവർക്ക് ഈ മോഷണം ഒരു ഹരമായി മാറി. ചെറിയ മോഷണം പിന്നെ വലുതായി. ഗോവിന്ദസ്വാമിയുടെ ബാല്യത്തിൽ പോകുന്നതിന് മുമ്പ് കേരളത്തിൽ ഗോവിന്ദസ്വാമി എങ്ങനെ ഒരു പേടി സ്വപ്നമായി എന്ന് പറയാം. 2011 ഫെബ്രുവരി 1 വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനടുത്ത് ഷൊർണൂർ സ്വദേശിനിയായ 23 വയസ്സുകാരി പെൺകുട്ടിയെ മാരകമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിരുന്നു. എറണാകുളം ഷൊർണൂർ പാസഞ്ചറിനിടയിലാണ് ഗോവിന്ദസ്വാമിയുടെ ആക്രമണത്തിന് ഇരയായിരുന്ന പെൺകുട്ടി ആയിരുന്നു അത്. അത്യാസന്ന നിലയിൽ കണ്ട അവളെ ആശുപത്രിയിൽ പ്രവേശിച്ചു. 4 ദിവസം ICUവിൽ കിടന്നു. മരണത്തോട് മല്ലിട്ട് കിടന്നു കുട്ടി. എന്നിട്ടും പ്രയോജനമുണ്ടായിരുന്നില്ല. കുട്ടിയുടെ താടിയെല്ലുകൾ തകർന്നിരുന്നു. 13 പല്ലുകൾ നഷ്ടപ്പെട്ടു. ഒരു പല്ല് വയറ്റിലെത്തി. ശ്വാസനാളത്തിൽ രക്തം കയറി. തലച്ചോറിൽ രക്തം കട്ടകെട്ടി. അതിസങ്കീർണമായ സർജറിക്ക് ശേഷം കണ്ണുകൾ ഒന്ന് ചലിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ അത് നിലച്ചു. ട്രെയിനിൽ യാചകനായി എത്തിയ ഗോവിന്ദസ്വാമി പെൺകുട്ടിയെ തള്ളി താഴെയിടുകയും പിന്നീട് അവൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അന്വേഷണത്തിൽ കണ്ടെത്തി. ട്രെയിനിൽ നിന്നും ചാടി ഇറങ്ങിയ പെൺകുട്ടിയെ വലിച്ചിഴച്ച് പീഡിപ്പിച്ചതിനു ശേഷം പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച് അയാൾ കടന്നു കളഞ്ഞു. എന്നാൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ അയാളെ പൊക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ വിവരം നമ്മൾ അറിയുന്നത്. അയാൾ ഒരു കവറും പിടിച്ചിട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ CCTV ക്യാമറയിൽ നമുക്ക് ഈ ദൃശ്യം കണ്ടു. എന്നിട്ട് അവിടെയുള്ള ആ നാട്ടുകാരൻ ഈ ഗോവിന്ദസ്വാമി എന്ന് വിളിച്ചു. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി ഓടി ഒരു കിണറ്റിൽ, അതായത് അവിടെ തളാപ്പിലുള്ള ഒരു കിണറ്റിലാണ് ഒളിച്ചിരുന്നത്. അയാളെ കൈയോടെ പൊക്കുകയും ചെയ്തു.